ഞാനും വീട്ടിനകത്ത് നാടകം കളിക്കുന്ന ആളാണ്. എൻ്റെ ഭാര്യയുടെ മുമ്പിലും എൻ്റെ അയൽക്കാരുടെ മുമ്പിലും സ്ഥിരം. ഓഡീഷനൊന്നും അറ്റൻഡ് ചെയ്യാതെ നമ്മൾ ചെയ്തൊരു വർക്ക് കണ്ടിട്ട് അതിൻ്റെ പേരിൽ നമ്മളെ വിളിക്കുമ്പോൾ അതൊരു ഇരട്ടി മധുരമാണ്. ഞാൻ ചില്ലായിരുന്നു അന്ന്. അട്ടകളുടെ ഇടയിൽ ചില്ലാതിരിക്കാൻ പറ്റുമോ? ഈ അട്ടകളൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ പറഞ്ഞതുപോലെ അവൻ തന്നെ സ്വയം ബോഡി ഷേമിങ് നടത്തി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവനെതിരെ കേസ് കൊടുക്കാം. അങ്ങനെ വകുപ്പുണ്ട്. അത് നിങ്ങൾക്കെന്നല്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക്. ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു കൊച്ചി മീഡിയ ഗ്രൂപ്പ്. മായ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് സിനിമയുടെ മേജർ കാസ്റ്റ് നമ്മളോട് ഉണ്ട്. സിനിമയുടെ വിഷയങ്ങൾ അവരോട് ചോദിച്ചറിയാല്ലേ. നമസ്കാരം. നമസ്കാരം. എല്ലാവരും ഭയങ്കര ഡൗൺ ആണല്ലോ, രാവിലെ അല്ലേ ഉള്ളൂ. എന്താ ക്ഷീണമാണോ എല്ലാവർക്കും? ഉറക്കമൊഴിഞ്ഞതിൻ്റെ ക്ഷീണം ഉണ്ടാവും. ആൽസറിന്റെ കണ്ണൊക്കെ കുഴി എന്താ പറ്റി? ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ്. എന്തെങ്ങനെ ഇരിക്കുന്നത്? ഇല്ല, കുറച്ച് ക്ഷീണിക്കാൻ എൻ്റെ ഭാര്യ പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ കാണുന്നത് ലൈഫ് ഓഫ് ജോയുടെ പൂജയ്ക്കായിരുന്നു. അവിടെ വെച്ച് കണ്ടപ്പോഴും പറഞ്ഞു ഈ പറഞ്ഞ ഒരുപാട് അങ്ങനെ വരാറില്ല, അത് ഒഴിഞ്ഞു നിൽക്കുന്ന പോലെ തോന്നുന്നു. എന്ത് പറ്റിയത്? എല്ലാം ഒഴിച്ചു നടത്താൻ ഞാൻ തന്നെ തീരുമാനിച്ചതാണ്. എന്ത് പറ്റിയ? ഒരു ഗ്യാപ്പ് എടുക്കാന്ന് തീരുമാനിക്കുകയാണോ? കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. കുറച്ചൊക്കെ റെസ്റ്റ് വേണം. പിള്ളേരോടൊക്കെ ചോദിക്കും. ഇവിടെ തന്നെ തുടങ്ങാം അല്ലേ? ടാസം ബൈ വിളിക്കുന്ന കുഴപ്പമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കാണുമ്പോ അത്ര എന്താ പറയാ, ഈ ആൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ അല്ലേ? കാരണം ഞങ്ങൾക്ക് അതായത് വർക്ക് ചെയ്യുന്ന സമയത്തായാലും ഒന്ന് ചിരിക്കാനായിട്ടാണ് നിങ്ങളൊക്കെ വീഡിയോ കാണുമ്പോഴാണ് നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഫിലിമിലേക്ക് മായാവനം എങ്ങനെയാണ് എല്ലാ ഫിലിമിലേക്ക് എൻട്രി എങ്ങനെയായിരുന്നു? സിനിമയെല്ലാം നമ്മൾ ചെയ്ത വർക്ക് കണ്ടിട്ട് വിളിച്ചതാണ്. എല്ലാം ചെറിയ മിനി സ്ക്രീനിൽ ചെയ്ത വർക്കുകളെല്ലാം കണ്ടിട്ട് വിളിച്ചതാണ്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മളിപ്പം ഓഡീഷനൊന്നും അറ്റൻഡ് ചെയ്യാതെ നമ്മൾ ചെയ്തൊരു വർക്ക് കണ്ടിട്ട് അതിൻ്റെ പേരിൽ നമ്മളെ വിളിക്കുമ്പോൾ അതൊരു ഇരട്ടി മധുരമാണ്. അപ്പം ആ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്വപ്നമല്ല. കാരണം കുറെ പേരുടെ ഡ്രീമാണത്. എന്താ പറയുക, ഒരു നമ്മുടെ പേര് നല്ല നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് അത് ഒരു വലിയ സ്ക്രീൻ കാണുന്ന ഒരു വലിയ ഡ്രീമാണ്. ആ ഒരു ഡ്രീമിലേക്ക് പറഞ്ഞ ഓഡിഷൻ ഒരു ലക്ക് എന്ന് പറയാല്ല, നമ്മുടെ ഹാർഡ് വർക്കിന്റെ വരുന്ന ഒരു റിസൾട്ട് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു സ്ക്രീനിലേക്ക് വരുമ്പോൾ എന്തൊക്കെയായിരുന്നു? സിനിമ തന്നെയായിരുന്നു ഡ്രീം? സിനിമ തന്നെയാണ്. ഇപ്പോൾ ഒരു 100 പേരെ എടുത്താൽ 98 പേർക്കും സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും. പിന്നെ പലരും പലരുടെ ജീവിതത്തിൻ്റെ സാഹചര്യം കാരണം അതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നില്ല. സക്സസ് ആയ ആൾക്കാരുടെ ജീവിതം മാത്രമേ പലരും കാണുന്നുള്ളൂ. സക്സസ് ആവാതെ ഇപ്പോഴും ഇതിൻ്റെ പുറകെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കത് വെച്ച് നോക്കുമ്പോൾ ലക്ക് എന്ന് പറയുന്ന ഒരു ഒറ്റ ഫാക്ടറിൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഈ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്യുന്ന ആദ്യമൊന്നും കാണാൻ പോലും ആരും ഇല്ലായിരുന്നു. പക്ഷെ അവിടെ നിർത്തിയിട്ട് ഞാൻ എൻ്റെ പണിക്ക് പോയിരുന്ന ഞാനിപ്പോൾ വേറെ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ട് വേറെ ഒരു പണിയും ഇതാക്കി പറഞ്ഞതല്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന പണി ഇതാണ്. ഞാൻ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടി വന്നത്. ഞാൻ അവിടെ ഒന്നും പതറാതെ ചെയ്ത് എന്നെങ്കിലും എൻ്റെ ഒരു വീഡിയോ വൈറലാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഒരു ദിവസം സെറ്റായി. പിന്നെ ചെയ്യുന്നതെല്ലാം അത്യാവശ്യം ആൾക്കാർ കാണാൻ തുടങ്ങി. അത് ഈ ഫിലിം ഫീൽഡിലുള്ള ആൾക്കാരും കണ്ടു തുടങ്ങി. അപ്പോൾ നമുക്ക് ചെറിയ കുഞ്ഞു റോളുകളൊക്കെ കിട്ടി. ഇപ്പോൾ അവസാനമായിട്ട് ചെയ്ത പടത്തിലൊക്കെ മെയിനായിട്ടുള്ള റോളാണ്. ഈ പടത്തിലും ഒരു നല്ല ഒരു ടേണിംഗ് പോയിന്റിലുള്ള ഒരു ഏരിയയിലാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ സന്തോഷം. ഇതെൻ്റെ പുറത്തിറങ്ങാൻ പോകുന്ന 3ാമത്തെ പടമാണ്. ഒരു 8ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റുഡന്റും കൂടിയാണ്. ഇപ്പൊ ഈ സിനിമയിലും ഒരു മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ആ റോൾ ശരിക്കും ആദ്യമാണോ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്തത്? അതല്ല, സ്ക്രിപ്റ്റിൽ ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇനീഷ്യലി ഞങ്ങൾ സിനിമ തുടങ്ങുന്ന ഒരു മെഡിക്കൽ ഫീൽഡിലാണ്. പക്ഷെ പിന്നെ സിനിമ അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് ലിറ്ററലി ഒരു ആക്ടിങ് ഒരു ത്രില്ലർ, അഡ്വഞ്ചർ, ആക്ഷൻ ഇതിലേക്കാണ് പോയത്. അതൊരു കംപ്ലീറ്റ്ലി നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് അമേസിങ്. ബിക്കോസ് ഫുൾ കാർഡിലായിരുന്നു. അപ്പോൾ ഓരോ ലൊക്കേഷനും ഭയങ്കര മനോഹരമായ ലൊക്കേഷനായിരുന്നു. പിന്നെ കുറേ ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ പറ്റി. എൻജോയ് ആയിരുന്നു. ഭയങ്കര ഒരു പുതുമുള്ളൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ചേട്ടൻ ഭയങ്കര ഒരു സെൻസിറ്റീവ് പേഴ്സൺ ആണെന്ന് ചേട്ടൻ തോന്നിയിട്ടുണ്ട്? ഒരാൾക്കൊക്കെ അങ്ങനെ ആവാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പല ഇമോഷൻസും നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നത്. ഞാൻ വെറും കരിങ്കല്ലല്ല. എനിക്കൊരു ഹൃദയമുണ്ട്. അതിന് ഹൃദയത്തിൻ്റെ താളമുണ്ട്, അതിനൊരു ശ്രുതിയുണ്ട്, അതിന് കണ്ണീരുണ്ട്, അതിന് രുചിയുണ്ട്, കയ്പുണ്ട്. അതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓരോ വേഷവും ചെയ്യുന്നത്.
ഇത്രയും പേരുടെ ഇടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ മിണ്ടാ സൈലന്റ് ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും ഒരാളും കൂടി ഉണ്ട്, അമിന, അവള് ഇന്നില്ല. അപ്പം എക്സ്പീരിയൻസ് ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുകയാണെങ്കിൽ ലൊക്കേഷൻ. അത് സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്, നല്ല ഭംഗിയുള്ള ലൊക്കേഷനാണ്. പിന്നെ വെരി ബിഗിനിങ് തന്നെ വന്നപ്പോൾ തന്നെ നമ്മൾ നാലുപേരും ഈ സെറ്റിൽ വെച്ചിട്ട് തന്നെയാണ് പരിചയമാകുന്നത്, മുന്നേ പരിചയമൊന്നുമില്ല. പക്ഷെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് സംഭവിച്ചു. അപ്പം അതും ഒരു ബോറടിയോ അല്ലെങ്കിൽ സാറൊക്കെ വരുന്നതിന് മുന്നേ വരെ നമ്മൾ ഫുൾ ചിരി കളി ഫൺ അങ്ങനെ തന്നെയാണ് പോയത്. കുറേ റീടേക്ക് സംഭവിച്ചത് തന്നെ ഈ ചിരി കാരണമാണ്. അപ്പം സാറൊക്കെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം നമ്മളുടെ തേഡീസും ഡയറക്ടറൊക്കെ വന്നു ഇനി സീനിയർ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്, കുറച്ചുകൂടി സീരിയസ് ആവാം ഒക്കെ. അപ്പം ആദ്യം കുറച്ച് നെർവസ് ആയിരുന്നു, കാരണം ഇവരൊക്കെ വരുന്നു എങ്ങനെയാ അറിയില്ല. പക്ഷെ സാറൊക്കെ നമുക്ക് സീനിയർ ആർട്ടിസ്റ്റുകളിൽ വെച്ചിട്ട് സാറായിട്ടാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസൊക്കെ ഉള്ളത്. എല്ലാവരും വന്ന് ഞെട്ടിച്ചു പോയി. നമ്മൾക്ക് കുറേ പഠിക്കാനും ഉണ്ടായിരുന്നു, കാരണം ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് നോർമലിന് കുറച്ചും കൂടി ഡിഫറെൻറ്റാണ്. അപ്പം ഓരോ കുഞ്ഞു നോട്ടങ്ങളായാലും ചിരിയായാൽ പോലും അത് അവരുടെ ക്യാരക്ടറിന് എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് അവർ പേർപ്പസ്ലി ചെയ്യുന്നതൊന്നും ആയിരിക്കില്ല, പക്ഷെ അത് അവരുടെ എക്സ്പീരിയൻസ് കാരണം അങ്ങനെ കുറേ അതൊക്കെ വെരി നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എപ്പോഴും ആലോചിച്ച് നമുക്ക് കുറേ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതേപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ ഇവരൊക്കെ പരിചയപ്പെടാൻ പറ്റി, ലൈക്ക് ലൈഫിലും നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടി. സിനിമ തന്നെ, സിനിമ പാഷനാണ്, ഇഷ്ടമുള്ള കാര്യമാണ്. മുന്നേ കുറച്ച് ചെയ്തിട്ടുണ്ട്, ജിയോങ്കളുടെ 2 പെൺകുട്ടികൾ, കുഞ്ഞുദൈവം, അതിലാണ് കുറച്ചൊരു ലോങ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറെ ആർട്ട് ഫിലിംസും മോഡലിംഗ്സ് ഒക്കെ ആയിട്ട് നല്ല സിനിമകൾ വന്നു ഒബ്വിയസ്ലി. അവസാനം വരാണ്ട് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഗൗതം എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ ഒരു നല്ല സ്റ്റാൻഡപ്പ് ആർട്ടിസ്റ്റ് ആണ്, അപ്പോൾ ഒരു എളുപ്പമല്ല. കാരണം ഒരു ക്യാരക്ടറിൽ മാറി ഇത്ര ഉടനെയുള്ള നിൽക്കുന്ന ഒരു വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അത്? അവന് അരമണിക്കൂറിനുള്ളിൽ പോകണം. കുറച്ച് സംസാരിക്കും, കുഴപ്പമില്ല. വീട്ടിലൊക്കെ എന്നാ പറഞ്ഞു? അല്ലല്ലേ, സിനിമയിലോട്ട് മൂവാന്നൊക്കെ പറയുമ്പോ ഉണ്ടാവുന്ന ഇതുണ്ടല്ലോ, മഴവിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ സ്റ്റാൻഡപ്പ് ഒക്കെ കണ്ടിട്ടുണ്ട്. മഴവില് ഓഡീഷൻ പോയല്ല, ഇങ്ങനെ വിളിച്ചാണ് ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ ആപ്പിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കൊറോണ സമയത്ത് എല്ലാവരും വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് അങ്ങനെ എന്റെ സംസാരം കേട്ട് വിളിച്ചാണ്. അങ്ങനെയല്ലേ ഓക്കെയാണ്. ഞാൻ അഭിനയിച്ച് അടുത്ത സിനിമ ഷട്ടർ കാണാം, അതിൽ കൂട്ടുകാരാണ്. അതോർത്തിരിക്കല്ലേ കഥയെന്ന് പറഞ്ഞില്ലേ, നമുക്ക് കഴിവുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ആഘോഷമാണ്, നല്ലൊരു മുഖമില്ല, അങ്ങനത്തെ ഒരു സാധനം. മുഖത്തിന്റെ കാര്യമൊന്നുമില്ല, നമുക്ക് കഴിവുണ്ടെങ്കിൽ. അല്ല, അത് നീ പിന്നെ ഈ ബോഡി ഷേമിങ് നടത്തി എന്നുള്ള ഒരു പരാതി ഉണ്ട്. അല്ല, ഇവിടെ ഇരിക്കുന്നതിന് സുന്ദരി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ പറഞ്ഞു ആഘോഷ എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറ്റില്ല, അപ്പൊ കഴിവുണ്ടെങ്കിൽ പറ്റും എന്നുള്ളതാണ് മോട്ടിവേഷൻ കൊടുത്തു. പലരും ചോദിക്കണ്ട് ഇങ്ങനെ ഇത് കാണുമ്പോൾ ഫസ്റ്റ് വന്ന കമന്റ്സ് ഇത് ഗൗതം പ്ലാൻ ചെയ്ത് പറയുന്നതാണോ അതോ സ്പോട്ടിൽ ഇങ്ങനെ ഒന്ന് പോകാനാണ്? അല്ല, സ്പോട്ടില് ഞാൻ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് ഇന്നലെ തന്നെ എഴുതി വെച്ചിരുന്നു. 2 ദിവസം പ്രാക്ടീസ് കൂട്ടത്തിലിരുന്ന് ഫണ്ടടിച്ച് സ്കോർ ചെയ്യണമെന്ന് വിചാരിച്ചു. അല്ല, ഇത് ശരിക്കും സ്ക്രിപ്റ്റ് ഒന്നും അല്ലട്ടോ, കാരണം ലൊക്കേഷനിൽ ചിരി കാരണം ചീത്ത കേട്ടത് എനിക്കാ. ഇവന് ഇങ്ങനെയാ, സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല, ഫുൾ ഇംപ്രവൈസ് ചെയ്തിട്ട് അവിടുന്ന് സ്പോട്ടില് സീരിയസ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇങ്ങനത്തെ ഡയലോഗ് അടിക്കും. നമ്മളെല്ലാരും ചിരിക്കും. അത് റീടേക്ക് കൂടുതൽ വന്നത് ഈ ചിരി കാരണം തന്നെയാ. നേരത്തെ അറിയാം, എന്റെ ഗോഡ് ഫാദർ ഒരാളുണ്ട്, തരികിട സാബ് എന്ന് പറയും. ഇതുകൊണ്ട് തല വെച്ചോളാൻ പറയും. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് എല്ലാ ലൊക്കേഷൻ എപ്പോഴത്തേക്കും വിളിച്ച് ഞാൻ കൊടുക്കും. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് കമ്പനിയാണ് പുള്ളിക്കാരൻ എന്ന് പറയുന്നത് വെച്ച് എനിക്ക് വഴികാട്ടിയുണ്ട് ഔട്ട് ഓഫ് സ്റ്റേഷൻ. ഈ സിനിമയിൽ അഭിനയിക്കുന്നത് പറഞ്ഞപ്പോ സാബു ചേട്ടാ എന്തൊക്കെ കാര്യങ്ങൾ തന്നേ? അഭിനയിച്ച് പൈസ മാറ്റോണ്ട് നല്ല പറഞ്ഞിട്ടാണ്.
എനിക്കൊന്നും ഇവർ രണ്ടുപേരും തോന്നുന്നു ഇച്ചിരി ആക്റ്റീവായിട്ട് തമാശ ആക്റ്റീവ് ആക്കുന്ന ഇവർ രണ്ടുപേരാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു സ്പോട്ടിലായ കാര്യങ്ങളൊക്കെ റീൽ ചെയ്യുന്നത്. ഞാനും നല്ല തമാശ പറയുന്ന ആളാണ്. പക്ഷെ മൂടാവണം. അത് സ്കോർ ചെയ്യാനുള്ള പരിപാടിയാണ്. മായാവനത്തെ കുറിച്ച് വല്ലതും പറയാം. അതിനാണല്ലേ നമ്മൾ വന്നത്. ഇത് നല്ല സിനിമയാണ്, എല്ലാവരും പോയി കാണണം. നേരത്തെ വെച്ചുകൊണ്ടടിക്കണം. അല്ല മായാവനെ എങ്ങനെയാണ് ഇപ്പൊ ഇത് ഗൗതമിന്റെ ക്യാരക്ടർ പോലെ സ്പോട്ടിൽ കൗണ്ടറൊക്കെ അല്ല ഇത് പറഞ്ഞിട്ട് ഇത് കഥ ഇതില് മറ്റേ നമ്മൾ നേരത്തെ ഇന്റർവ്യൂ എടുത്തായിരുന്നു. ഒരു സാധനം പറഞ്ഞ് ഈ ത്രെഡ് മൊത്തം പുറത്താവും. അപ്പൊ ആൾക്കാർ വീട്ട് പറയട്ടെ ഇതെങ്ങനെയാണല്ലോ, കാരണം നമ്മൾ ആൾക്കാർക്ക് വിട്ടുകൊടുത്തേക്കാണ്. അവർ പറയട്ടെ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ പറഞ്ഞു വിടാം. കാരണം വീട്ടുകാർ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയ പറഞ്ഞു, നേരത്തെ ഇന്റർവ്യൂ പറഞ്ഞു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കമന്റ് ബോക്സ് എഴുതി കാണിക്കണം, എന്റെ പേര് ഗൗതം ജി ശശി, സ്റ്റാൻഡപ്പ് കോമഡിയാണ് ചെയ്യുന്നത്, ഇത് ആരാണെന്ന് ഇടയ്ക്കിടയ്ക്ക് അമ്മമാര് ചോദിക്കും കമന്റ് ബോക്സിൽ. അപ്പൊ എഴുതി കാണിക്കണം. എനിക്ക് ആ പേര് തന്നെ ട്രെൻഡ് ആയത് ആ സമയത്ത് നേരത്തെ ശശി എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് ഇത് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ഗൗതം ജി ശശി എന്ന് പറയുമ്പോൾ ഞാൻ പ്രസന്റ് ടീച്ചർ നോക്കിയായിരുന്നു. ഇപ്പൊ ശശി എന്ന് പറഞ്ഞാൽ വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ ഒരു പേര് തന്നെ ട്രെൻഡിങ് ആയിരുന്നു. അപ്പൊ അൽസനടാ മായാവൻ ഞാനത് നോക്കുന്ന സമയത്ത് യൂട്യൂബിലൊക്കെ നോക്കുന്ന സമയത്ത് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കാണാൻ ഈ സമയത്ത് ഇല്ല. ഇത് എന്താണെന്നത് ഇതൊക്കെ സസ്പെൻസ് ആണോ ത്രില്ലർ ആണോ എന്താണ് ഫിലിം എന്താണ്? നമ്മൾ ജീവിക്കുന്നൊരു വനത്തിനുള്ളിൽ തന്നെയാണ്. അതാണ് ഈ സിനിമ പറയുന്നത്. സോറി, അങ്ങനൊരു മായാവനത്തിലാണ് നമ്മുടെ എല്ലാവരുടെയും ചുറ്റിക്കറക്കവും. എല്ലാ മനുഷ്യരിലും നന്മയും തിന്മയും ഒക്കെ ഉണ്ട്. ഞാനതിൻ്റെ ഒരു ഫിലിമിൻ്റെ ത്രെഡിലേക്കല്ല കിടക്കുന്നത്, സ്റ്റോറിയിലേക്കല്ല കിടക്കുന്നത്. ഞാൻ അതിൻ്റെ ഫിലോസഫിയിലാണ് പറയുന്നത്, അതിൻ്റെ പൊളിറ്റിക്സാണ് പറയുന്നത്. നിങ്ങൾ സിനിമ കാണും, നിങ്ങൾക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ പറയുന്നതല്ലല്ലോ നിങ്ങൾ എടുക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കുന്ന ഒരാൾക്ക് അവിടെ നിൽക്കുന്ന ഒരു ക്യാമറയിൽ നിന്ന് എന്നെ വേറൊരു ആംഗിളിൽ എടുക്കാം. ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഞാൻ നിങ്ങളോട് കൈ ചൂണ്ടിയാൽ അയാൾക്ക് ഞാൻ നിങ്ങളെയാണെന്നും മറ്റൊരാൾക്ക് ഈ ഇപ്പുറത്തിരിക്കുന്ന ഒരാളെയാണെന്നും തോന്നാം. അതുകൊണ്ട് ഞാൻ സിനിമ വ്യാഖ്യാനിക്കുന്നില്ല. സിനിമ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നിങ്ങൾ 19-ാം തീയതി റിലീസാകുമ്പോൾ സിനിമ കാണും. ആ സിനിമ നിങ്ങളെ സന്തോഷിപ്പിക്കുകയോ ചിന്തിപ്പിക്കുകയോ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളുടെ തലച്ചോറിൻ്റെ ഇതനുസരിച്ചിരിക്കും. ഇപ്പൊ ഈ മായാവനം എന്ന സിനിമയിലേക്ക് ചേട്ടനെ ആകർഷിച്ച ഒരു ഫാക്ടർ എന്തായിരിക്കും? എന്നെ സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും അങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും ചോദിക്കാറില്ല. അങ്ങനെ വായിച്ചു പോകുന്ന ആളല്ല. ഇവനെ പോലെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഇതൊന്നും ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന ആളല്ല. എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷം ആണെന്ന് തോന്നിയാൽ ഞാനത് സ്വീകരിക്കും. പിന്നെ ഡയറക്ടറാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി, പിന്നെ കൂടെ അഭിനയിക്കുന്നവരും. ഞാൻ പരാജയപ്പെട്ടു പോയാൽ ഇവരും എല്ലാവരും പരാജയപ്പെടും. എൻ്റെ ഒരു നോട്ടം അവർ തിരിച്ചു തന്നില്ലെങ്കിൽ, റിയാക്ഷൻ തന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ നോട്ടത്തിന് അർത്ഥമില്ല. അതുപോലെ എൻ്റെ ഒരു നോട്ടത്തെ അങ്ങോട്ട് കൊടുത്തില്ലെങ്കിൽ അവരുടെ റിയാക്ഷനും എൻ്റെ ആക്ഷനും തമ്മിൽ ചേരില്ല. അങ്ങനെ ചേരാൻ പറ്റിയെന്നുള്ളതാണ് മായാവനത്തിൽ ഈ കുട്ടികളുമായിട്ടുള്ള, കുട്ടികളെന്ന് പറയുന്നത് ഞാനും കുട്ടി തന്നെയാണ്. ഞാനും അവരിൽ നിന്ന് പഠിച്ചു. സത്യം അങ്ങനെ ആയിരിക്കണം. അല്ല, അത് അവരിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ ഇന്നലെയും മെനഞ്ഞാന്ന് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ നാടകം കാണാൻ പോയി, കുട്ടികളുടെ നാടകം കാണാൻ. ഞാൻ പോയത് എന്തിനാണെന്നറിയോ? എങ്ങനെയാണ് പുതിയ പിള്ളേർ പുതിയ നാടകത്തെ കാണുന്നത്, പുതിയ ഭാഷ ഉണ്ടാക്കുന്നത്, പുതിയ ശൈലികൾ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഞാനും വീട്ടിനകത്ത് നാടകം കളിക്കുന്ന ആളാണ്. എൻ്റെ ഭാര്യയുടെ മുമ്പിലും എൻ്റെ അയൽക്കാരുടെ മുമ്പിലും സ്ഥിരം എൻ്റെ വീട്ടിലൊരു സ്റ്റേജുണ്ട്, അവിടെ നാടകം ചെയ്യുന്ന ആളാണ് ഞാൻ. യുവമാരെ പോലെ ഇപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ട ലുക്കിലെന്നു 2018 കേരള കലോത്സവത്തിൽ സെക്കൻഡ് അടിച്ചിട്ടു. സത്യം അത് പറയല്ലേ എന്നെ ഓരോന്നും പറഞ്ഞിട്ടില്ല, എക്സ്ക്ലൂസീവ് അടിച്ചിട്ടു. അപ്പോൾ ആ നാടകം കണ്ടപ്പോൾ ഞാൻ എൻ്റെ പഴയ കുറേ നാടക സുഹൃത്തുക്കളുണ്ടായിരുന്നു അവിടെ നാടകം കാണാൻ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി അപ്ഡേറ്റ് ചെയ്യാൻ, കുട്ടികളുടെ നാടകം കണ്ടിട്ട്. ഞാനും അപ്ഡേറ്റ് ചെയ്യാനാണ് വന്നത്. ഞാൻ അഭിനയം നിർത്തിക്കളഞ്ഞാലോ എന്നൊരു വിചാരിച്ചു പോയി കുട്ടികളുടെ അഭിനയം കണ്ടപ്പോൾ. നമ്മളൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ ഓരോരുത്തരിൽ നിന്നും ഞാൻ എൻ്റെ വീട്ടിൽ വന്നു പോകുന്ന കാക്കകളോട് സംസാരിക്കാറുണ്ട്, തവളകളോട് സംസാരിക്കാറുണ്ട്. അവർ പറയുന്ന ഭാഷ എനിക്കറിയാം, അവർ പറയുന്ന ചീത്ത എനിക്കറിയാം, ഞാൻ തിരിച്ചു പറയുന്ന അവർക്ക് കേൾക്കാം. അവർ നാടകം കളിക്കുന്നില്ല, സാഹിത്യം അവർ വായിക്കുന്നുണ്ടെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ആ പ്രകൃതിയുമായിട്ടുള്ള ഇണക്കം, അതാണ് പാഠം. ഒരു നടൻ്റെ പാഠം എന്ന് പറയുന്നതാണ് അടിസ്ഥാനം. ഇതാണ്
ഒരു വലിയൊരു നോളജ് കൂടിയാണ്. എല്ലാം സ്റ്റഡി ചെയ്യാം മറ്റുള്ളവരായിട്ട്. കാരണം ഞാൻ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം ഏറ്റവും നല്ല ഇതാണ്. അതായത് ഇപ്പം പണ്ട് ഞാൻ ഒരു നാടകത്തിലുള്ള എൻ്റെ ഒരു സാറുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ മറ്റുള്ളവരോടും സംസാരിക്കുന്ന മൃഗങ്ങളോടും എല്ലാവരോടും സംസാരിക്കുന്നത് കിട്ടും. കാരണം കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ മൈൻഡ് ക്ലിയർ ആവും എന്നൊക്കെ പറയാറുണ്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ മിണ്ടാതിരിക്കാനാണ് പറയുന്നത്. നമ്മുടെ നർമ്മം പോലും നഷ്ടപ്പെട്ടു പോയി. നമുക്ക് പരസ്പരം സ്വകാര്യമായിട്ട് പോലും ഒരു തമാശ പറയാൻ പറ്റില്ല. അതിപ്പോൾ അവൻ പറഞ്ഞതുപോലെ അവൻ തന്നെ സ്വയം ബോഡി ഷേമിങ് നടത്തി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവനെതിരെ കേസ് കൊടുക്കാം. അങ്ങനെ വകുപ്പുണ്ട്. അത് നിങ്ങൾക്കെന്നല്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് കൊടുക്കാം. ഞാൻ അങ്ങനെ ചെയ്തോളാം. ചേട്ടൻ പറഞ്ഞാൽ വളരെ നല്ല പോയിട്ട്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ചുമ്മാ പണ്ട് നടത്തുന്ന സിനിമകൾ പോലും ഇതുപോലെ സെൽഫ് ട്രോളും മറ്റുള്ളവരെ കളിയാക്കി അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല തമാശകളുള്ള ചിത്രങ്ങൾ. പക്ഷെ ഇന്നത്തെ കാലത്ത് മിണ്ടിയ പോലും എന്താ നമുക്കെതിരെ സത്യം പറഞ്ഞാൽ പോലും അതെ അതിൻ്റെ അകത്ത് നിങ്ങൾ വേറെ ദുർവ്യാഖ്യാനം ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകളുടെ മെന്റാലിറ്റിയുടെ കുഴപ്പം കൊണ്ടാണോ അതോ ഇത് നമ്മുടെ മീഡിയയുടെ ഒരു സെൻസിന്റെ ഇതുകൊണ്ടാണോ അറിയുന്നത്? അല്ല, ഈ കാലത്തിൻ്റെയാണ് പ്രശ്നം. കൊറോണ എന്തിനാ വന്നത്? ഞാൻ കണ്ടുപിടിച്ചല്ലോ. അത് അങ്ങനെയൊക്കെ വരുന്ന കാലത്ത് ഇതൊക്കെ തന്നെ സംഭവിക്കും. എന്തിനാ പ്രളയം വന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാ എന്നെ ഈ വേഷത്തിൽ കെട്ടിയത്? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ ഒരു മായാവനമാണ്. സ്വപ്നമേത് യാഥാർത്ഥ്യമേത് എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞൂടാ. അങ്ങനൊരു സിനിമയാണ് മായാവനം. മായയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. മായയാണോ യാഥാർത്ഥ്യം, യാഥാർത്ഥ്യമാണോ മായ എന്ന് എനിക്കറിയില്ല. അത് സിനിമ കണ്ട് മനസ്സിലാക്കും. എല്ലാവരും മായയാണ്. അട്ടകളുടെ ഇടയിൽ കിടന്ന് അനുഭവിച്ചിട്ട് പറയാണ് നല്ല സെറ്റായിരുന്നു. അത് മാത്രമായിരുന്നു പ്രശ്നം. നമ്മളെ കടിച്ചില്ലല്ലേ. അല്ല ശരിക്കും അതെന്താ നല്ല സ്ട്രഗിളിംഗ് ആയിരുന്നു. ഫുൾ പോസ്റ്റ് പക്ഷേ എൻ്റെ രക്തം കുടിക്കാനുള്ള ശക്തിയുള്ള അട്ട ഇല്ലായിരുന്നു. പാമ്പുകൾ ഒരു സ്ഥലം വിട്ടു. പിന്നെയുള്ള ജാഫർ എനിക്ക് മാത്രമാണ്. സീനിയർ. അപ്പൊ നിങ്ങൾക്കൊക്കെ എന്തൊക്കെ അനുഭവങ്ങളാണ് പറഞ്ഞു തന്നത്? പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ? സംഭവം ഞാൻ പണ്ടോട്ട് ജാഫറൊക്കെ മിമിക്രി കളിച്ചുകൊണ്ട് കിടക്കുന്ന സമയം തൊട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കലാകാരനാണ്. ഭയങ്കര ബഹുമാനം. കിട്ടൂല. അപ്പൊ പുള്ളിക്കാരെ സിനിമയിലോട്ട് വന്നിട്ട് ആ കോമഡിയൊക്കെ വിട്ടിട്ട് ക്യാരക്ടർ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് ആ മഹേഷിന്റെ പ്രതികാരത്തിലെ ക്യാരക്ടറൊക്കെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇപ്പൊ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ചേട്ടൻ കൂടെ ഉണ്ടല്ലോ, ഞാൻ ഇല്ലാത്ത ഒരാള്. അപ്പോൾ പുള്ളിക്കാര് രാവിലെ അപ്പൊ നമ്മള് ഫസ്റ്റ് വേടാ രാവിലെ വരുമ്പോഴേ ഹായ് ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മള് വെളുപ്പിന് 6:30 വന്നിട്ട് ആ ഉറക്കച്ചടവിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ കോസ്റ്റ്യൂം ഫുൾ പവറാണ്. നമ്മള് കാണുമ്പോൾ എന്നിട്ട് കഥകൾ പറയും. പണ്ട് ഈ സെറ്റിലൊക്കെ നടക്കുന്ന മധുസാറിനെ കുറിച്ച് കഥയൊക്കെ പറയും. കോമഡിക്ക് ചിരിച്ചു മരിക്കാൻ ഭയങ്കര എന്റർടൈൻമെന്റ് ആവും. പുള്ളിക്കാരെ കൂടെ ഉണ്ടെങ്കിൽ സമയം പോണ അറിയത്തില്ല. ഇല്ല ഇപ്പൊ കിട്ടൂല. ഞാൻ പരിപാടിയാണ്. അത്ര കുറച്ച് ഞാൻ പരിപാടി ഞാൻ വരുന്ന സമയത്തെ അത്ര മതി. സിനിമ സെറ്റിലിപ്പോ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തതിനെ നിങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്.
ഈ അട്ടയുടെ കാര്യം നമ്മൾ അറിയത്തില്ല, അത് കുടിച്ചിട്ട് നമ്മള് പറയുള്ളൂ. ഭയങ്കര തോക്കുണ്ട്, ഭയങ്കര ഒരു അഡ്വഞ്ചർ ടൈപ്പ് ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകൾ അല്ലെങ്കിൽ നമ്മുടെ ഫോറസ്റ്റ് റിലേറ്റീവ് സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. കുറച്ച് പേര് സ്റ്റുഡൻസ് ഇങ്ങനെ കാട്ടിൽപ്പെട്ടു പോകുന്നു, അവരെ അനുഭവിക്കുന്ന സ്ട്രഗിൾസ്, അതിൽ നിന്നൊരു വില്ലൻ വരുന്നു, അങ്ങനത്തെ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് അതിൽ നിന്ന് വ്യത്യസ്തമാണോ, അതിന്റെ പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു ചിത്രമാണോ? ഞാനങ്ങനെ സിനിമ സ്ഥിരമായി കാണുന്ന ആളല്ല. നിങ്ങൾ ഈ പറഞ്ഞ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. മായാവനം വരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഡബ് ചെയ്ത പോർഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം ഇപ്പോഴാണ് അറിയുന്നത്. എനിക്ക് ഇവരെയൊക്കെ അറിയാം. ജാഫർ ഇടുക്കിയെ ഹോട്ടലിൽ വെച്ച് കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു മായാവനത്തിലായിരുന്നു ഞങ്ങൾ. ആ മായാവനം നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു, കാണുക. എന്നിട്ട് നിങ്ങൾ മായാവനത്തിൽ കൂടി സഞ്ചരിച്ചു. യാഥാർത്ഥ്യം ഏത്, മായ ഏതെന്നറിയാതെ. അത് ഞാനും പ്രതീക്ഷിച്ചിരിക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പൊ മലയാള സിനിമയിൽ ഇറങ്ങുന്ന പടങ്ങളിൽ വെച്ച് നോക്കണമെങ്കിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പശ്ചാത്തലവും പോകുന്ന ആ ഒരു ഏരിയ ഒക്കെ കുറച്ച് വ്യത്യസ്തമാണ്. ഈ ചെറുക്കൻ്റെ പേരെന്താ? ഇവരൊക്കെ സിനിമയിലുണ്ടായിരുന്നു. സാറ് ഞാൻ പോയപ്പോ സാറ് വന്നത് അത് നന്നായി. പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റുമായിട്ട് നല്ല സാമ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും സിനിമയിലെ ആർട്ടിസ്റ്റുമായിട്ട് സാമ്യം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അജിയായിട്ട് ഓർമ്മ വരുന്നു. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നു. എങ്ങനെയാണെന്ന് അറിയണം. ഇനിയിപ്പോ ഞാൻ ഇത് വലിയൊരു സ്റ്റാർ കാസ്റ്റ് സീരിയസ് ഉണ്ട് കാര്യങ്ങളാണ്. വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ളതല്ല. ചേട്ടൻ, സുദീപ് ഗോപ, ജാഫ്രിക്ക, പിന്നെ സെന്തിരാട്, ഇവരൊക്കെ പോയിട്ട് പിന്നെ നമ്മളോടുള്ള. അപ്പൊ ഇവരെല്ലാവരും പുള്ളിക്കാരനെ 8 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരനെ ഇതിനുള്ള ടാലന്റോട് താല്പര്യമുള്ള അഭിനയിച്ചിട്ടുണ്ട്. സുബിനാണെങ്കിൽ അറിയാതെ വർഷങ്ങളായിട്ട് റീൽസും കാര്യങ്ങളും കണ്ടന്റ് ചെയ്ത് കാണിച്ചു അങ്ങനെ സൂപ്പൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ വന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറെ കഴിവുള്ള ആൾക്കാരെ ഞാൻ പെട്ട് പറയുകയാണ് ഇരുപത്തി മൂന്ന്. അപ്പൊ എനിക്ക് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യം എനിക്ക് കിട്ടണം. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഗോഡ് ഫാദർ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കിട്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുള്ളൂ. ഇത് എസ്റ്റാബ്ലിഷ് ആണെന്ന് താല്പര്യമുണ്ട്. കാരണം എല്ലാവരും സിനിമയിൽ അഭിനയിക്കണം, ഇതിങ്ങനെ പോകണം. ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും വേണ്ട. ഇന്ന് കുറച്ച് എന്തെങ്കിലും കിട്ടി ജീവിച്ച് നാട്ടിൽ പോകണം എന്ന് പറയണം. അല്ലെങ്കിൽ വീട്ടിലേക്ക് കിട്ടി നേരെ ഓസ്ട്രേലിയയിൽ പോയിട്ട് അവിടെ പാത്രം ജീവിച്ച് കഷ്ടപ്പെട്ട് അവിടെ എല്ലാവരും നമ്മളെ ഏറ്റെടുത്തേ പറ്റി. വലിയ സ്റ്റാർ കാസ്റ്റ് വലിയൊരു സ്റ്റാർ കാസ്റ്റ് ബേസ് ചെയ്ത് നിങ്ങളിങ്ങനെ കാണാൻ ഞാൻ കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തെങ്കിലും കാണിക്കുന്നത് ഞാൻ കണ്ടുപോകുന്നതൊക്കെ ഞാൻ പണ്ടത്തെ ചെയ്തിട്ടുണ്ട്. പിന്നെ കർമ്മൈസ് ബൂമറ എന്ന് പറയും. ഇതിനകത്തുള്ള എഫോർട്ട് കാര്യങ്ങളൊക്കെ ഒരു സീൻ എടുക്കാനുള്ള കഷ്ടപ്പാടും. ഇപ്പൊ ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി ബേസിക്കലി ചെയ്യണം. ഒരു കൗണ്ട് ഉണ്ടാക്കുന്ന വെച്ചാൽ സൂര്യനെ ചെയ്യും. ഞാൻ സൂര്യനെ ചെയ്യും. ചേട്ടാ ഈ തമാശ കൊള്ളാമാണ് കൗണ്ടർ ഇങ്ങനെ പറയും. അപ്പൊ നമ്മളിങ്ങനെ കുറെ കൂട്ടുകാരെ നടത്തും, ചേട്ടനെ നടത്തും. നമ്മളിങ്ങനെ കയറി സ്നേഹം കൊണ്ട് നടപ്പില്ലാതെ നടത്തും. ഇത് കയറി വെച്ചിട്ട് പാടാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ ഒരു എഫോർട്ടിന് അതിന്റെ ബാക്കിൽ കുറെ കാണുന്നുണ്ട്. ഒരുപാട് കോമഡി പറയുന്നൊരു വ്യക്തിയല്ലേ? അപ്പൊ നന്നായിട്ട് ഞാൻ കഷ്ടപ്പെടണം. സന്തോഷം വരുന്നു. ഞാൻ അപ്പം എന്തെങ്കിലും മണ്ണിൽ കഥ പറഞ്ഞു. അത് അപ്പൂപ്പനറിയുള്ള പക്ഷെ നമ്മൾ ഏത് തമാശ ഒരാളെ കഷ്ടപ്പെടാൻ അതിൽ തമാശ അതിനകത്ത് കഷ്ടപ്പെടണം. അത് കിട്ടാൻ നമ്മൾ തിരിക്കും. സത്യം ഏത് തമാശ പറഞ്ഞത് അപ്പൊ ഞാൻ ഒരു 4 മിനിറ്റുള്ള കണ്ടന്റ് 8 മാസം കൊണ്ടുണ്ടാകണം. ആൾക്കാരെ കൊടുക്കുന്ന നല്ലതാണ് കൊടുക്കണമെന്നുള്ളൊരു ഇതിലാണ്. അപ്പം ഞാൻ 1.5 വർഷം സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തില്ല. കാരണം ഞാൻ റിയാലിറ്റി ബേസ്ഡ് കണ്ടന്റ് മറ്റേ കണ്ടന്റ് തരുന്നില്ല. അച്ഛനെ നാട്ടിലാണ്. നാട്ടിൽ ഓരോ വീടെ പറ്റി എന്റെ അമ്മയും കുടുംബ സമയത്ത് പാചകത്തിന് പച്ചക്കറി മീൻ ഇതാണ് നായകൻ. കട്ട് ചെയ്താൽ മതി.
ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് ആയോധന കലകളൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞു. അതെ അതെ ഇത് ഫൈറ്റിംഗ് ഒക്കെ ഉള്ള 5 ദിവസം നടന്നു അതിനോട് ബോക്സിങ്ങും കളറിയും പഠിച്ചിട്ടുണ്ടായി ഒരു 6 മാസം. അപ്പൊ ഈ കുറച്ച് ഫ്ലെക്സിബിലിറ്റി കിട്ടി. പിന്നെ ഞങ്ങളുടെ മാഫിയ ശശിയായിരുന്നു സ്റ്റണ്ട് കോർഡിനേറ്റർ. അപ്പോൾ സാറിന് ഇഷ്ടമായി, സ്റ്റണ്ടൊക്കെ ചെയ്യാൻ പറ്റി. സാർ കാലൊക്കെ ഉപയോഗിക്കാനാണ് മാക്സിമം പറഞ്ഞത്, അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റി. അപ്പോൾ ആക്ഷൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫിലിമാണ്, അപ്പൊ അതിനുവേണ്ടി ഇത്രയും പ്രിപ്പറേഷൻ ചെയ്തതിൽ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ നമ്മുടെ ഫസ്റ്റ് ഫിലിം. അപ്പോൾ ഇത്ര എഫേർട്ട് ഇടുന്നു, ഇത്ര വലിയ കാസ്റ്റ് ക്രൂ ഉണ്ട്. ശരിക്കും നമ്മള് കഥ കേൾക്കുന്ന സമയത്ത് ഒരു ഇമാജിനേഷൻ ഉണ്ടാവുമല്ലോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യേണ്ട, എന്റെ ഭാഗത്ത് ഇത്ര എഫേർട്ട് ഉണ്ടാവണം. പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം അത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ലൈക്ക് എനിക്ക് പറ്റാവുന്നത്രയും ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ല, ഈ ഫൈറ്റിന് വേണ്ടി കുറെ മാർഷൽ ആർട്സ് പഠിച്ചു, അത് ഉപയോഗപ്പെടുത്താൻ പറ്റി, എസ്പെഷ്യലി കളരിയൊക്കെ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ഫുൾഫിൽമെന്റ് തോന്നിയിട്ടുണ്ട്. പിന്നെ ആക്ട് ചെയ്യുന്ന സമയത്തും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മുടെ ക്യാമറ ക്രൂവും ഡയറക്ടർ ടീമും ലൈക്ക് ഒരു സീൻ കഴിഞ്ഞാൽ അവർ പറയും നന്നായിട്ട് ചെയ്തു. പിന്നെ ഇടയ്ക്ക് ഗൗതം ശശി ഒക്കൽ കിട്ടാറുണ്ട്. പക്ഷെ അതിനോ അവൻ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോഴും അത് ഓക്കെ അതിൽ കാര്യമുണ്ട്, മാത്രം തമാശ വരുന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ അൽസറിനെ പോലെ, ജാഫ്രിക്കെ പോലെ, സെഞ്ചുറിനെ പോലെ ഒരുപാട് എക്സ്പീരിയൻസ് ആണ് ആക്ടേഴ്സ് വന്നിരുന്നത്. അപ്പോ ഒരു അവരിൽ നിന്ന് പഠിച്ച ഒരു കാര്യം പറയാൻ എന്തായിരിക്കും? അൽസറിനായിട്ട് അടുത്ത് നിന്ന് പഠിച്ച ഒരു കാര്യം എന്തായിരിക്കും? അൽസർട്ടൻ വന്നിട്ട് അവിടെ വന്ന് ഒരു പാട്ട് കേൾക്കും. ഐ തിങ്ക് ആ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എപ്പോഴും ചില്ലായിരുന്നു. പിന്നെ ജാഫ്രിക്ക് എനർജി ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങളൊരു സീൻ ചെയ്യുമ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യായിരുന്നു, ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു കണ്ടക്സ്റ്റ് ഒക്കെ തരുമായിരുന്നു. പിന്നെ സെന്തിലേട്ടനും സുധിക്കോപ്പ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്ക് ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതില് നല്ലോണം എന്നെ ഹെൽപ്പ് ചെയ്തു. ഭയങ്കര എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. സോ അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ അവരൊരു എനർജി തരുമ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കും. അതെ അതെ അതെ, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉപദേശം തന്നിട്ടില്ലല്ലോ. അവിടെ നടക്കുന്ന സീനിലൊക്കെ എന്നോട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ചില്ലായിരുന്നു. ജാഫർ എനർജി ആയിരുന്നു, ഞാൻ ചില്ലായിരുന്നു. എനിക്ക് തണുത്ത വെള്ളം കുടിക്കാൻ പറ്റില്ല, എനിക്കപ്പോ സൈനസ് വരും. ഞാൻ പച്ചവെള്ളം കുടിച്ച് നടക്കുന്ന, സാധാരണ വെള്ളം കുടിച്ച് നടക്കുന്ന മനുഷ്യനാണ്. ഞാൻ ചില്ലായിരുന്നു. അന്ന് അട്ടകളുടെ ഇടയിൽ ചില്ലാതിരിക്കാൻ പറ്റുമോ? ഈ അട്ടകളൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ മായാവനത്തിലായിരുന്നു. അലൻസിയേട്ടാ, സിനിമകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്, കാലഘട്ടത്തിനനുസരിച്ച് സിനിമകളുടെ ട്രാക്കുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പണ്ടൊക്കെ കുറച്ചുകൂടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ളെങ്കിൽ എല്ലാ ഓഡിയൻസിനും വന്നിരുന്ന് കാണാൻ പറ്റുന്ന ടൈപ്പ് ഒരു സന്തോഷം പകരുന്ന ഒരു ചിത്രങ്ങളിലായിരുന്നു. ഇപ്പൊ ഇറങ്ങുന്ന കുറച്ചുകൂടെ ആക്ഷൻ അല്ലെങ്കിൽ ഇടി കുത്ത് മാസ് മസാല അങ്ങനത്തെ പക്ക ഫാസ്റ്റ് ആയിട്ട്, എല്ലാം ഫാസ്റ്റ് ആണ്. ഒന്ന് ഇരുന്ന് നമുക്കത് അഡാപ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടില്ല, എല്ലാം ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എങ്ങനത്തെ ചിത്രങ്ങളാണ് ഇച്ചിരൂടെ കൺവേ ആവുന്നത്, തിയേറ്ററിൽ നിലനിൽക്കേണ്ടതെന്ന് കരുതുന്നത്? കുറച്ചുകൂടെ ഓഡിയൻസ് എല്ലാവർക്കും വന്നിരുന്ന് ആസ്വദിച്ച് പോകാൻ പറ്റുന്നതാണ്, അതുപോലെ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് അഡ്വഞ്ചർ ആയിട്ടുള്ള ഇടികുത്ത് മാസം അങ്ങനത്തെ ഒരു ഇടികുത്ത് കാണാനാണെങ്കിൽ ഇടികുത്ത് കണ്ടുകൊണ്ടിരുന്നു. കല കാലാതീതമായിരിക്കും, അതിനൊരു എസ്തെറ്റിക് സെൻസ് ഉണ്ടായിരിക്കും, അതായിരിക്കും നിലനിൽക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഷേക്സ്പിയറുടെ നാടകങ്ങൾ കാണുന്നത്, ഷേക്സ്പിയറെ വായിക്കുന്നത്? എന്തുകൊണ്ടാണ് കുമാരനാശാനെ വായിക്കുന്നത്? അന്ന് കവികളും നാടകക്കാരും ഉണ്ടായിരുന്നില്ലേ? ഷേക്സ്പിയറും കടം വാങ്ങിച്ചിട്ടാണ്, പ്രഭു കുമാരികളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം നാടകം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. കടത്തിൽ മുങ്ങിയാണ് ആ മനുഷ്യൻ്റെ ജീവിതം കടന്നുപോയത്. നമ്മൾ അയാളുടെ കടമല്ലല്ലോ അന്വേഷിക്കുന്നത്, നമ്മൾ അന്വേഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കലയാണ്. കലാകാരൻ കാലാതീതമായിരിക്കും, കലയും കാലാതീതമായിരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും അത് കലാപരമായ ഇപ്പോഴും നമ്മുടെ പഴയ സിനിമകളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. പഴയ എന്നും നന്മകൾ അന്ന് നിലനിന്ന കുടുംബ വ്യവസ്ഥിതിയാണോ, കുടുംബ ബന്ധങ്ങളാണോ ഇന്നത്തെ തലമുറയിലെ കാലത്തും ഉള്ളത്? ഒരുപാട് മാറി, ഒന്ന് മാറി രണ്ടിന് പിരിയുന്ന സ്വഭാവമാണ്. എത്ര പേര് ഭാര്യയും കാമുകിമാരുമായിട്ട് ജീവിക്കുന്നുണ്ട്? എനിക്കുണ്ട്.
കാമുകിമാരെന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട, എന്തിനാണ് കണ്ടു തരേണ്ടത്? നിങ്ങൾക്കില്ലാത്ത എൻ്റെ കുഴപ്പമാണോ? ഇപ്പോഴും ഈ പ്രായത്തിൽ റോമിയാണോ? ഏ റോമിയാണോ? ഞാൻ റോമിയോ ജൂലിയറ്റും അല്ല. നീ എന്നെ പിന്നിൽ നിന്ന് കുത്തരുത്. ബ്രൂട്ടസ്. ക്യൂട്ട്. ബ്രൂട്ടസ് അല്ലടാ, ബ്രൂട്ടസ് മുന്നിൽ വരും, ബ്രൂട്ടസ് പുറകിലൂടെ വരും. അപ്പൊ ഒരു സിനിമയെ നിർവചിക്കുകയാണെങ്കിൽ ചേട്ടന്റെ അഭിപ്രായത്തില് എന്തായിരിക്കും? വാട്ട് ഈസ് സിനിമ? സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ പോലെ ശമ്പളം പറ്റാനുള്ളതാണ്. ശമ്പളം ഒന്ന് ചോദിക്കും, അപ്പോൾ അവർ വേറൊന്ന് പറയും, കിട്ടുന്നത് വേറൊന്ന്. അത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ GST കാരൻ പുറകെ വരും. അതിനുവേണ്ടിയാണ് അവൻ നടക്കുന്നത്. അതൊക്കെ അടച്ചു തീർക്കാം. പിന്നെ നമ്മൾ കൂട്ടുകാരോട് കടം ചോദിക്കണം, ബാങ്കിൽ പോയി ലോൺ എടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് കൊടുത്ത കടം തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ മുങ്ങിക്കളയണം, ഫോൺ ഓഫാക്കണം. ഇങ്ങനൊരു മായാവനത്തിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. സിനിമ അഭിനയിക്കാതെ മര്യാദയ്ക്ക് നാടകം കളിച്ച് നടന്നിരുന്നെങ്കിൽ എനിക്ക് ലോണും ഇല്ലായിരുന്നു. ഇങ്ങനെ വളഞ്ഞിട്ട് പിടിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ മായവനത്തിന്റെ മ്യൂസിക് ഒക്കെ എങ്ങനെയായിരുന്നു? അത് സിനിമ കാണുമ്പോൾ അറിയാം. സിനിമ കണ്ട് മനസ്സിലാക്കിയാണ്. നിങ്ങൾ നമ്മളെ പോലെ തന്നെ, നമ്മൾ നിങ്ങളെ പോലെ തന്നെ ഇറങ്ങുമ്പോഴേ അറിയാം. മ്യൂസിക് ചെയ്തത് ഡയറക്ടർ പുള്ളിക്കാരന്റെ അച്ഛനാണ്, ഡയറക്ടറാണ് ചെയ്തത്. ചെയ്യുന്നത്. അദ്ദേഹമാണ് എന്നെ ഈ മായാവനത്തിൽ കുടുക്കിയത്. ഞാൻ മര്യാദയ്ക്ക് നടക്കുകയായിരുന്നു. മര്യാദയ്ക്ക് ജീവിക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ എന്നെ ആദ്യം ഒരു പാട്ട് കേൾപ്പിച്ചു, ഈ സിനിമയിലുള്ളൊരു പാട്ട്. അതിനനുസരിച്ച് ഡാൻസ് ചെയ്യണം. എൻ്റെ ആദ്യത്തെ ഷോട്ട് അതായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ചില്ലായി. ചേട്ടനൊരു ഡാൻസ് പ്രതീക്ഷിക്കാൻ ഞങ്ങൾക്ക്. ഉറപ്പായിട്ടും ഡാൻസ് സ്റ്റണ്ടും ഒക്കെ പ്രതീക്ഷിക്കാം. 80 ദിവസമല്ലേ പ്രാക്ടീസ് ചെയ്തത്? എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ ആരും ഉണ്ടായില്ല, നിന്നെ സ്റ്റണ്ട് പഠിപ്പിക്കാൻ ആളുണ്ടായില്ല. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ചെയ്യുന്ന ഏതെങ്കിലും കഥാപാത്രങ്ങൾ? ഇപ്പൊ നമുക്ക് എല്ലാ ആർട്ടിസ്റ്റിനും ഒരു ഡ്രീം ആയിരിക്കും, നമ്മൾ ചെയ്യുന്ന ഒരു കഥാപാത്രം ആളുകളുടെ മനസ്സിൽ എന്നും നിലനിൽക്കണം, അല്ലെങ്കിൽ നമ്മുടെ പേര് പറയുമ്പോൾ ഇതിന്റെ കഥാപാത്രം ആയിരിക്കണം അവരുടെ മനസ്സിൽ, അറ്റ്ലീസ്റ്റ് ഈ കഥാപാത്രങ്ങൾ അവരുടെ മനസ്സിലൊന്നും വരണം എന്നാഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. ചേട്ടൻ ചെയ്തു വെച്ചിട്ട് കഥാപാത്രങ്ങളിൽ ഏതായിരിക്കും ചേട്ടന് ഫേവറേറ്റ് ആയിട്ട്? അല്ലെങ്കിൽ എനിക്കെല്ലാം ഇഷ്ടമാണ്. എന്നാലും ആളുകൾ ഏതായിരിക്കണം ഓർക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? അത് ആളുകളുടെ ഇഷ്ടമല്ലേ? എന്നാലും ഉണ്ടാവല്ലോ ഒരു നമ്മുടെ ഏറ്റവും മനസ്സിനോട് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടാവുമല്ലോ. അല്ല, അങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. ഇനി ഒരുപാട് വരാനുണ്ട്. ആ ചേട്ടൻ മുമ്പ് പറഞ്ഞ ഞാൻ ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നാടകം മാത്രമായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഇത്രയും പാടില്ലായിരുന്നു, ഒരു സിനിമയിലോട്ട് കയറിയോണ്ടാണ് ഇത് ഇത്ര കഷ്ടപ്പാട് അനുഭവിക്കുന്നത് തോന്നുന്നുണ്ടോ? സിനിമയിൽ കഷ്ടപ്പാടെന്നത് ഞാൻ പറഞ്ഞില്ല. അല്ല, എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഫീലിംഗ് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ല. ഞാൻ ഇപ്പോഴും നാടകം കളിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ വീട്ടിൽ സ്റ്റേജ് കെട്ടി എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളുടെയും എൻ്റെ ആൾക്കാരുടെയും കൂട്ടുകാരുടെ മുമ്പിൽ നിന്ന് നാടകം അവതരിപ്പിക്കുന്ന ആളാണ്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഒന്നെനിക്ക് തള്ളി പറയാൻ പറ്റില്ല, രണ്ടും അഭിനയമാണ്. നിങ്ങളൊരു കർട്ടൻ വീഴുമ്പോൾ നാടകം അവസാനിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സിനിമയിൽ കട്ട് പറയുമ്പോൾ ആക്ഷനും കട്ടിനും ഇടയിൽ നമ്മൾ അഭിനയിച്ച് കാണിക്കുന്നു. അത് രണ്ടും അഭിനയം തന്നെയാണ്. അങ്ങനെയൊക്കെ മാറാൻ സ്റ്റേജിലെ പെർഫോമൻസ് അല്ല ക്യാമറയുടെ മുമ്പിൽ ലെൻസിൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്യുന്നത്. അത് വേറൊരു മീഡിയമാണ്. അത് രണ്ടും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇവനെ പോലെ സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ പറഞ്ഞ് ശമ്പളം കൊടുത്ത് GST ഒക്കെ വാങ്ങിച്ച് നിൽക്കാം. ആ ഒരു ഇതിലോട്ട് വരണം. അപ്പൊ എപ്പോഴും തോന്നിയിട്ടുണ്ടോ എനിക്ക് ഇന്ന ഒരു കഥാപാത്രം കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് തോന്നില്ലേ എന്നെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യുന്നില്ല? അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നാടകക്കാരിങ്ങനെ പറയുന്നുണ്ട്. അതായത് ഇപ്പം കഴിഞ്ഞ ഇടയിൽ ആട്ടോ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി, അതിനകത്ത് ഒരു 9 നാടകക്കാരെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരൊക്കെ 20 കൊല്ലമായി നാടകത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അത്ര ഉള്ള അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും മലയാളത്തിലുണ്ട് സിനിമയിലായിട്ട് മുന്നോട്ട് വരാനായിട്ടുള്ളവർ. പക്ഷെ അവരാരും തിരിച്ചറിയുന്നില്ല. വളരെ കുറച്ച് പേര് മാത്രമേ മുമ്പിലോട്ട് വരുന്നുള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാടുണ്ട്. ചേട്ടന് തോന്നിയിട്ടുണ്ടോ ചേട്ടൻ ഇനി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ മുട്ടി നിൽക്കും. ഈ ചോരിനപ്പുറം പോകില്ല, ഈ റൂഫിന് മുകളിലേക്ക് ഞാൻ പോകില്ല.
ഈ കഥാപാത്രം കൊണ്ട് ഞാൻ തീർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കിടക്കയിൽ തന്നെ കിടക്കേണ്ടി വരും. ഞാൻ കിടക്കയിൽ കിടക്കാൻ തയ്യാറല്ല. അല്ല എനിക്ക് എടുത്തു പറയാനുള്ള എനിക്ക് അപ്പൻ സിനിമ കണ്ടപ്പോൾ അതാണ് ഞാൻ എന്നെ വിളിക്കുന്നത് കിടപ്പാർട്ടിസ്റ്റ് എന്നാണ്. അങ്ങനെ ഞാൻ കിടക്കാൻ തയ്യാറല്ല. നിങ്ങൾ മായാവനം കണ്ടു നോക്കൂ. മായാവനത്തിൽ നിങ്ങൾ എന്നെ കണ്ടാൽ ഞെട്ടും. ആ കിടപ്പ് രോഗിയാണോ ഞാനാണോ എന്ന്. പറന്ന് വെടിവെക്കുക. അപ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ ഇനി ഞങ്ങൾക്ക് കാണാനുണ്ട്. അലൻചേട്ടൻ എന്ന് പറയുമ്പോൾ ഇനി ഒരുപാട് കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിക്കാൻ ഇനിയുണ്ട്. അവന്റെ സ്ക്രിപ്റ്റിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. ശരിക്കും എങ്ങനെയാണ് അലൻചേട്ടൻ എന്ന് പറയുമ്പോൾ മനസ്സിലെന്താണ് ഏത് ടൈപ്പ് കഥാപാത്രമാണ് മനസ്സിൽ വരുന്നത്? അത് പറയാൻ പറ്റില്ല, അത് പറഞ്ഞാൽ പോയില്ല. അല്ല ഹീറോ ആണോ വില്ലനാണോ? ഒരു A4 സൈസ് പേപ്പറും ഒരു ബണ്ടിലും പേനയും വാങ്ങിച്ചു ഒളിഞ്ഞ് എഴുതണം. നീ ഒരു കാര്യം ചെയ്താൽ മതി. ഏതെങ്കിലും കടയിൽ ചെന്നിട്ട് കുറേ ഹോളിവുഡ് സിനിമകളും യൂറോപ്യൻ സിനിമകളും അല്ലെ കാനിൽ അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ ഇട്ട് കാണുക. അതാണ് മലയാളത്തിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂജൻ സിനിമകൾ. ചേട്ടന്റെ രീതിയിൽ ഞാൻ അങ്ങനെ കയറി വരും. നമ്മളെല്ലാം എങ്ങനെയാണ് കയറി വരും. നീ തന്നെ സ്വയം താഴ്ത്തി പറയുമ്പോൾ പിന്നെ നിന്റെ അപകർഷതാബോധം കൊണ്ട് എനിക്ക് നിന്നെ ഉയർത്തിക്കൊണ്ടുവരും. പ്രേക്ഷകർക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടി കൊടുക്കുന്നില്ലേ? ഇപ്പൊ കൊള്ളാം കേട്ടാ. എന്നെ കൊണ്ട് അവനെ പ്രൊമോട്ട് ചെയ്യിക്കണം. അപ്പം മായാവനം ഇനി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. കാണുന്നില്ല പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഒരുപാട് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരുപാട് പ്രതീക്ഷയാണ്. തിയേറ്ററിലേക്ക് ഇനി 19 എത്താൻ പോകുന്നത്. എന്താണ് പ്രേക്ഷകർ കാണുന്നത് പറയുന്നത്? അഫ്കോഴ്സ് ഒരു അഡ്വഞ്ചർ പടമാണ്, സംതിങ് ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് തോന്നിയത്. എന്തായാലും സിനിമ എന്തായാലും ഇഷ്ടമാവുന്നത് അതാണ് എനിക്ക് പറയാം. തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ്. കാരണം ഫ്രെയിംസും ഒക്കെ ഒരു ബിഗ് സ്ക്രീനിൽ തന്നെ കണ്ടാലേ അത്രയും. അല്ലെ വീട്ടിൽ നല്ല സ്പീക്കറാണ്. അപ്പൊ അതിനിടയ്ക്ക് എനിക്കിട്ട് വാങ്ങി. എന്തായാലും സന്തോഷമുണ്ട് അഭിനയിക്കാൻ പറ്റി. ഇവരോടൊക്കെ അഭിനയിക്കാൻ ഞാൻ പറയണ്ടേ? ഒരുപാടൊന്നുമില്ല. എനിക്ക് സന്തോഷമുണ്ട് അവരോട് അഭിനയിക്കാൻ പറ്റി. ചേട്ടനോട് 2 സിനിമ നമ്മൾ ഒരുമിച്ച് ചെയ്തു. ഒന്നൊരു ശത്രുവായിട്ട് ഒന്ന് മിത്രമായിട്ട് അഭിനയിച്ചു. ഒരു മിത്രമായിട്ട് അഭിനയിച്ച സിനിമ അടുത്ത മാസം ആവും. അപ്പൊ നമുക്ക് ഭാഗ്യം നമ്മൾ ഒരുമിച്ച് പിന്നെ കാണും. ഇല്ല, നമുക്ക് ഭാവി മുട്ടാ കേട്ടോ സിനിമയിൽ. സന്തോഷമുണ്ട്. ഇവൻ എനിക്ക് ഒരുപാട് റേറ്റൊക്കെ തന്നവനാണ്. നല്ല പടം വിജയിക്കണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മളെല്ലാം തുടക്കക്കാരാണ്. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിലാണ് നമ്മൾ കയറി പോകാനുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും സിനിമയെ വിജയിപ്പിക്കണം അത്രേ പറയാം. സിനിമ വലിയൊരു വിജയമാവട്ടെ. നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ റിസൾട്ട് പുള്ളിക്കാരി എന്തോ പറയണമുണ്ടായിരുന്നു, പക്ഷെ വരണില്ല. നിനക്ക് വണ്ടി സമയമില്ലേ? അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സിനിമ വലിയൊരു വിജയമാവട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സാധിക്കട്ടെ. ഇത്ര നേരം സമയം താങ്ക് യു.